സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ 140 മണ്ഡലങ്ങളിൽ 890 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കൊടുവള്ളി മണ്ഡലത്തിലാണ്. 13 പേരാണ് മത്സര രംഗത്തുള്ളത്. നാട്ടിക, ചവറ, മാനന്തവാടി, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത്. ഇവിടെ 3 സ്ഥാനാർത്ഥികൾ വീതമാണുള്ളത്. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ആശിച്ച ചിഹ്നം കിട്ടാത്ത പല സ്ഥാനാർത്ഥികളുമുണ്ട്. പലർക്കും കിട്ടിയത് അല്ലെങ്കിൽ മുമ്പ് പ്രചാരണം ആരംഭിച്ച ചിഹ്നമൊക്കെ മാറ്റി പ്രചാരണത്തിന് ഇറങ്ങേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ചിഹ്നങ്ങൾ, ഒപ്പം സ്ഥാനാർത്ഥികളുടെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്? പൊതുവിവരം. ഗൂഗിളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കൂടി കഴിഞ്ഞതോടുകൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1254 സ്ഥാനാർത്ഥികൾ 2125 നോമിനേഷൻസ് പത്രികകളാണ് ആകെ നൽകിയിരുന്നത്. ഇതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 പേരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഇന്ന് ഈ അവസാന നിമിഷം, അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 95 പേർ കൂടി പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് ഇത് 890 പേർ എന്ന ആ ഒരു അവസാന ചിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 67 സ്ഥാനാർത്ഥികളുടെ കുറവാണ് ഈ വർഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്നാണ് എടുത്തു പറയേണ്ടത്. സാധാരണഗതിയിൽ 2021 2016 സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് ഈ 2026 ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല, ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സര രംഗത്തുള്ളത് കൊടുവള്ളിയിലാണ്. ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സര ചിഹ്നത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ അതുപോലെ ഒരു വേറിട്ട ചിഹ്നം ലഭിച്ച ഒരാൾ കൂടിയുണ്ട്. കാരണം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സിനിമാ നടൻ കൂടിയായ കരമന സുധീറാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ മത്സരിക്കാനായി ലഭിച്ചിരിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത് ക്യാമറയാണ്. അദ്ദേഹം നേരത്തെ നടന്ന പാർട്ടി പരിപാടിയിലൊക്കെ അദ്ദേഹം പറയുകയാണ്, അതായത് താൻ ഈ പൊളിറ്റിക്കൽ ഫീൽഡ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആസ്വദിക്കുന്നത് അധ്യാപനമാണ്, അതിന്റെ ഒപ്പം തന്നെ സിനിമാ ജീവിതവുമാണ്. അപ്പോൾ ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ക്യാമറ പോലെ ഒരു ചിഹ്നം തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിജയപ്രതീക്ഷ കൂടി നൽകുന്നു എന്നാണ് സുധീർ കരമനയും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക കൂടി പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിന് ശേഷം 890 പേരാണ് അന്തിമ പട്ടികയിലുള്ളത്. അങ്ങനെ അവസാന സ്ഥാനാർത്ഥി ചിത്രവും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.